ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ സമ്മതിക്കരുത്. മാത്രമല്ല മുസ്ലിം സമുദായക്കാർ മതത്തെ കുറച്ചുകൂടി മതത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധ പുലർത്തണം. വീടുകളിൽ കൂടി സ്ത്രീകൾ പർദ്ദ ധരിക്കണം. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷന്റെ വാക്കുകളാണിത്. അതായത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകരുത്, പക്ഷേ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോഴേ നടത്തണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ വഖഫ് വഴി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി കുറച്ചുകൂടെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. മോനെ, മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസി ബറേൽവി, നിന്റെ ആഗ്രഹമൊക്കെ നടക്കണമെങ്കിൽ RSS എന്ന സംഘടന ഇവിടെ നിന്ന് ഇല്ലാതാവണം. RSS എന്ന സംഘടന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സുഡാപ്പികളുടെ ഒരു മോഹവും, അതായത് ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കണം എന്നതുൾപ്പെടെയുള്ള ഒരു മോഹവും ഇവിടെ നടക്കില്ല. അതിനി പപ്പുമോനാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ കൂടി RSS ഇവിടെ ജീവനോടെ ഇന്ത്യയിലുള്ളിടത്തോളം കാലം RSSന്റെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നല്ല നട്ടലുറപ്പോടെ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു സുഡാപ്പി മോമാർക്കും കയറി മേയാൻ കഴിയില്ല. ഇന്ത്യ മതേതരത്വ രാജ്യമായി തന്നെ നിലകൊള്ളും. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്, അതായത് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷനായിട്ടുള്ള മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസി ബറേൽവി, ഭയങ്കര പേരാണ്, ഇദ്ദേഹമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇദ്ദേഹം പ്രസ്താവന നടത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഉടനെ തന്നെ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് പോകുമെന്നും ആ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് പോകുന്നതിനെ നമ്മൾ എന്ത് വില കൊടുത്തും തടയണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മതത്തിലെ ആളുകളോട് ഈ പ്രഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഒരു അറിയിപ്പിലൂടെയൊക്കെ നിർദ്ദേശം, സൂചന എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ബാബാ ബാഗേശ്വർ ധാം എന്ന് പറയുന്ന ഒരു ഹൈന്ദവീയ സംഘടനയുണ്ട്. അവർ സംഘടിപ്പിക്കുന്ന ഒരു ഹിന്ദു ഏകതാ യാത്ര, ഈ അടുത്ത് വരാൻ പോകുന്ന യാത്രയാണ് ഹിന്ദു ഏകതാ യാത്ര. അതിൽ കുറച്ച് സന്യാസിമാരും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്പിരിച്വൽ ആളുകളും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്ന യാത്രയാണ്. അതിന് വേറെ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഹിന്ദു സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഹൈന്ദവീയമായ സനാതന ധർമ്മങ്ങളെ പ്രചരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ യാത്രയുടെ ലക്ഷ്യം. പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രി, അതായത് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ഹൈന്ദവീയമായ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഒപ്പം അതിലെ പാവപ്പെട്ട ആളുകൾക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കുമൊക്കെ ഈ സനാതന ധർമ്മം പഠിപ്പിക്കാൻ അവരും കൂടെ പഠിക്കണം, അവരും കൂടി വളർന്നു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു മഹാത്മാവാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 160 കിലോമീറ്റർ ദൂരമാണ് ഇദ്ദേഹം ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ അധ്യക്ഷന്റെ ഇത്തരത്തിലൊരു പ്രസ്താവന വന്നത്. ധന്യ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് മുസ്ലിം രാഷ്ട്രമാകാൻ ഹിന്ദു രാഷ്ട്രമാകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. പക്ഷേ നമുക്ക് മുസ്ലിം രാഷ്ട്രമാണ്, അതിനൊരു പ്രശ്നമില്ല. അത് മാത്രമല്ല പാർത്ത, എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്. പാർത്ത പറയുന്നത് എന്തിനാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീകളെ വലിച്ചഴിക്കുന്നത്? ചുമ്മാ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പർദ്ദയിട്ട് ഈ ചൂട് സമയത്ത് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ആചാരങ്ങൾ വരെ നടപ്പിലാക്കിക്കോട്ടെ, അതിലൊന്നും നമ്മുടെ പ്രശ്നമില്ല. വീട്ടിലിരിക്കുമ്പോഴും ഈ സ്ത്രീകൾ പർദ്ദ ഇടണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? മനസ്സിലായില്ല. അതിലും കാര്യമുണ്ട്. വളരെ തന്ത്രപരമായ നീക്കമാണത്. കാര്യം ഒന്നാമത്തത്, സ്ത്രീകളെ വലിച്ചഴിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളിലൂടെയാണ് മതം വിപുലീകരിക്കപ്പെടുക എന്നതാണ് ഒരു ഉദ്ദേശം. കാരണം സ്ത്രീകൾ പർദ്ദയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ, സ്ത്രീകൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ, സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് മുടിയൊക്കെ കാണിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ മതപരമായ ചട്ടക്കൂടുകൾ അള്ളാഹുവിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ ആളുകളൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട്. മുടി കണ്ട എത്രയോ മുസ്ലിം ഇസ്ലാം സ്ത്രീകൾ മുടി കാണിച്ചുകൊണ്ടും പർദ്ദ ഇടാതെയും നടക്കുന്നു. അവരെയൊന്നും അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്നത് ഒന്നുമല്ല, ഇതൊക്കെ മതപൗരോഹിത്യം ഉണ്ടാക്കിയ നിയമമാണെന്നും ഈ പറയുന്നത് പോലെ എല്ലാ മതങ്ങളിലുമുണ്ട് ഇത്തരം മതപൗരോഹിത്യം അടിച്ചേൽപ്പിക്കുന്ന ദുഷ്ട പ്രവർത്തികൾ എന്ന് പറയുന്നത്. സദ്യ ഒരു വൃത്തികെട്ട ആചാരമായിരുന്നില്ലേ, ദുരാചാരമായിരുന്നില്ലേ? നമ്മൾ അതിനെതിരെ പ്രതികരിച്ചില്ലേ? ഈ അമ്പലങ്ങളിൽ അവർണർ കയറരുത് എന്ന് പറയുന്നത് ദുരാചാരമായിരുന്നില്ലേ? അവർണർക്ക് കയറാനുള്ള സമരം ചെയ്തത് നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം. ഈ കാര്യങ്ങളെല്ലാം വന്നത് ഈ ഹൈന്ദവീയമായ ധർമ്മത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഹിന്ദു മതത്തെ നവീകരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായത് ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു,
അതുപോലെ തന്നെ അയ്യങ്കാളി, ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ, ഈ കുമാരനാശാൻ, പിന്നെ തുടങ്ങിയ സഹോദരൻ അയ്യപ്പൻ വരെ ഹൈന്ദവത്തിൽ മതത്തിൽ ജനിച്ച ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെ നവീകരിക്കാനുള്ള വിവേകാനന്ദൻ, ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട പേരുകളിൽ ഒന്നാണ് വിവേകാനന്ദനും രാജാറാം മോഹൻ റോയും ഒക്കെ. ഇവരൊക്കെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആചാരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും എതിരെ പോരാടിയ ആൾക്കാരാണ്. അതിൽ വേറൊരു കാര്യമുണ്ട്, ഇവിടെ സ്ത്രീ ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം, അതാണ് യഥാർത്ഥ ഭാര്യ. അതായത് ആ ഭാര്യയെ വേറെ ആരും കല്യാണം കഴിച്ച് അങ്ങനെ ഇപ്പൊ അവള് സുഖിക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പുറത്തത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭർത്താവിന്റെ കൂടെ ഒരു ഭർത്താവിന് 4-5 ഭാര്യമാരെ കല്യാണം കഴിക്കാം. അതിപ്പോ വിധവയാണെങ്കിലും അവർക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് ഇപ്പുറത്തേതായ. ഇതാണ് ഈ രണ്ടിന്റെ ഇടയിലും കിടന്ന് ഒരു വ്യത്യാസം മാത്രമേ. ഇവിടെ ആളിക്കത്തുന്ന തീയിൽ ചാടി നീ അങ്ങ് പോകണം, പിന്നെ നീ കിടന്ന് സൂഹിക്കാൻ പാടില്ല. ഇവിടെ അതല്ല. പക്ഷെ ഈ ഒരു ദുരാചാരങ്ങൾ ഇപ്പോഴും ഉണ്ട് പാർത്ത. കാരണം പ്രത്യേകിച്ച് ഹിന്ദു സമുദായം, മുസ്ലിം സമുദായത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലെ കാര്യം എനിക്കറിയില്ല, ഞാൻ അതിൽ കൂടുതൽ ഇതല്ല. പക്ഷെ ഹിന്ദു സമുദായങ്ങളിൽ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊട്ട് തൊടാൻ പാടില്ല. അത്യാവശ്യം ഇപ്പോഴൊക്കെ സ്ത്രീകൾ കുറേയൊക്കെ മാറിയെങ്കിലും പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്ത്രീകളില്ലേ, അവരൊക്കെ ഇപ്പോഴും പൂ വയ്ക്കാറില്ല, പൊട്ട് തൊടാറില്ല. നല്ലൊരു എനിക്ക് തോന്നുന്നു കറുത്ത ബ്ലൗസിനപ്പുറം അവരൊരു കുറച്ച് കളറുള്ളൊരു ബ്ലൗസ് ഇട്ടാൽ അവർക്ക് നാട്ടുകാർ എന്ത് പറയും, ഭർത്താവ് മരിച്ചിട്ട് അവൾ ഇങ്ങനെ നടക്കുക. ഇപ്പോൾ എൻ്റെ അമ്മ ഒരു വിധവയാണ്, എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, ഒരു സ്കൂൾ ടീച്ചർ കൂടിയാണ്, ഏകദേശം 24-25 വർഷം അധ്യാപികയായിരുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. പക്ഷെ എൻ്റെ അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്ന് വരെ പൊട്ട് തൊട്ടിട്ടില്ല. അമ്പലത്തിൽ പോയി ഒരു ചെറിയ കുറി, അത് നാട്ടുകാർ കണ്ടാൽ, അമ്മയ്ക്കെപ്പോഴും നാട്ടുകാരെ ഭയങ്കര ഭയമുള്ള ഒരാളാണ് എൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് സാരി, ഒരു പട്ടുസാരി ഉടുക്കത്തില്ല, വെള്ള കളർ. അതാണ് എന്തോ ഒരു ഈ വിധവ എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന അല്ല. മീൻസ് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒന്ന് നിറവേറ്റി ജീവിക്കുന്നവരല്ല. പിന്നെ അമ്പലങ്ങളും ഈ പിന്നെ കറുത്ത ബ്ലൗസ്, വെള്ള കളറുള്ള സാരി, ഇതൊക്കെയാണ് വിധവ എന്ന് പറയുന്ന ഒരു സ്ത്രീ പിന്തുടരേണ്ട രീതികൾ എന്നൊക്കെയാണ് പഴയ തലമുറ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ സഹോദരിയുണ്ട്, 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, വിദ്യാഭ്യാസം കുറവാണ്, പക്ഷെ എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കും, നല്ല വായനാശീലമുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി, ഇപ്പോൾ മരിച്ചിട്ട് ഏകദേശം 20-22 വർഷം വരും. ജീവിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി തോന്നും, പഴയ കാലഘട്ടത്തിലെ അമ്മയാണ്. പക്ഷേ ഇപ്പോഴത്തെ യോയോ പിള്ളേരില്ലേ, ആരെയും നാട്ടുകാരെയും ഭയമില്ല. എന്തിനാ ഞാൻ അവരെ ഭയക്കുന്നത്? എനിക്കിഷ്ടമുള്ള സാരി ഉടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഉടുക്കും, എനിക്ക് പൊട്ട് കൊണ്ടണമെന്ന് തോന്നിയാൽ ഞാൻ പൂ വയ്ക്കണമെന്ന് തോന്നിയാൽ ഞാൻ വെക്കും, എനിക്കൊരു സ്ഥലത്ത് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോവും. ആ ഒരു നിലപാടാണ്. കുറേയൊക്കെ നമ്മൾ അതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ. അല്ല, തീർച്ചയായിട്ടും. അതായത് പുരുഷന്മാരുടെ മേൽവിലാസത്തിൽ മാത്രം സ്ത്രീകൾ ജീവിച്ചാൽ മതി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം അടിച്ച് ഏൽപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ ചാർത്തി കൊടുക്കപ്പെട്ട ഒരു ആശയമുണ്ട്, നമ്മുടെ ബ്രെയിനിൽ അടിച്ചേൽപ്പിച്ച ചില ചിന്തകൾ. അതിൽ നിന്ന് മാറാൻ അവർക്ക് പോലും കഴിയുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വിധവകൾ നല്ല സാരി ഉടുത്താലോ, നല്ല ഡ്രസ്സ് ഇട്ടാലോ അവരെ ആക്ഷേപിക്കാനൊന്നും അധികം ആളും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ. പക്ഷേ അങ്ങനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിനൊരു നിയമവും ഉണ്ട് ഇപ്പോൾ. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഭയങ്കര ഭയമായിരിക്കും. അത് മാറുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസങ്ങൾ കൂടുതലായി ബ്രെയിനിൽ അടിഞ്ഞുകൂടിയതിൻ്റെ ഫലമാണത്. അത് നവീകരിക്കപ്പെടുന്നില്ല. പക്ഷെ നവീകരിക്കാൻ യഥാർത്ഥത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസങ്ങളെ നവീകരിക്കാൻ വിശ്വാസിക്ക് മാത്രമേ കഴിയൂ. അത് മറ്റൊരു യുക്തിവാദിക്ക് ഒരു പക്ഷേ കഴിയണമെന്നില്ല. ഇവിടെ നമ്മൾ മറ്റു വിഷയത്തിലേക്ക് തന്നെ കടന്നു വന്നാൽ, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ മുസ്ലിം സ്ത്രീകളുടെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ വീട്ടിനുള്ളിൽ പോലും പർദ്ദ ഇടണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വീട്ടിനുള്ളിൽ പർദ്ദ ഇടണം. ഇപ്പോഴത്തെ ഫാഷനബിൾ ആയിട്ടുള്ള പർദ്ദ ഒരുപാട് കിട്ടാനുണ്ട്, ഹിജാബ് കിട്ടാനുണ്ട്. ഇത്തരം ഹിജാബുകളും പർദ്ദകളും ഒന്നും ധരിക്കരുത്, അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം ഹിജാബുകളും പർദ്ദകളും ധരിക്കുന്നത് അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന്റെ പുതിയ കാഴ്ചപ്പാടാണ്. അതെ, ധരിക്കരുത് എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾ വീടിനുള്ളിൽ പോലും പർദ്ദ ഇടണമെന്നും പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഇദ്ദേഹം ധന്യ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, എന്തിനാണ് വീടിനുള്ളിൽ പർദ്ദ ഇടുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ. വീടിനുള്ളിൽ തന്നെ ഇവർ നിൽക്കണമെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചില്ലേ. ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് അടുത്തൊരു തവണ നമുക്ക് ഈ ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമാക്കണമെങ്കിൽ എന്ത് വേണം? 3, 4, 5 സ്ത്രീകൾ പ്രസവിച്ച് സ്ത്രീകൾ കൃഷിയിടങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തീവ്രവാദ സ്വഭാവമുണ്ട്. ഈ സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇവർ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി ഇവർ ജോലിയൊക്കെ ചെയ്ത് അവർ ഒന്ന് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാകും. അതൊക്കെ തെറ്റിപ്പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം.
ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ BJP ഭരിക്കുമ്പോഴോ RSS ഭരിക്കുമ്പോഴോ അത് മതേതരത്വത്തിന് ഭീഷണിയായി ഒരു മതങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ഇവർ പറയുന്ന പോലെ പോയിട്ടുമില്ല, പോവുകയുമില്ല. അതിൽ ഇവർ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പോവുകയുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക രാജ്യത്തേക്കാണ് ഇന്ത്യയുടെ പോക്കെങ്കിൽ ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ ക്രിസ്ത്യൻസിനോ ഹിന്ദുക്കൾക്കോ മറ്റു മതങ്ങൾക്കോ ഇവിടെ നിലനിൽക്കാൻ കഴിയുമെന്ന ഇത്തിരി ഒരു തരിമ്പ് പോലും വിശ്വാസമുള്ള മുസ്ലിങ്ങൾ പോലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുമില്ല. അതുകൊണ്ട് ഇത്തരം തീവ്രവാദികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ധന്യ നേരത്തെ പറഞ്ഞ വാചകം മാത്രമാണുള്ളത്. അതായത് RSS എന്ന് പറയുന്ന സംഘടനയും ഒപ്പം ഈ ഭാരതത്തിന് ആത്മീയമായ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ തകർത്തൊന്നും ഈ ഭാരതത്തെ അങ്ങനെ ശിഥിലമാക്കാമെന്നൊന്നും നിങ്ങളുടെ വ്യാജമോഹങ്ങൾ ഈ അതിബുദ്ധികളൊന്നും നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഇപ്പം ഇത് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ RSS പറയുന്നു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ളത്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഹിന്ദുമത രാഷ്ട്രം ഉണ്ടാക്കണമെന്നല്ല RSS പറയുന്നത്. ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. അതെല്ലാ മതത്തെയും, അതിനൊരു പ്രത്യേക നിർവചനമൊന്നുമില്ല, അതെല്ലാ മതത്തെയും എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് പോകുന്ന ഒരു ദാർശനിക രീതിയിലൂടെ ഒരുമിച്ച് പോകുന്ന ഒരു രീതിയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അത് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ RSS ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാക്കണമെന്നല്ല RSS പറയുന്നത്. അത്തരം തെറ്റിദ്ധാരണകൾ അറിവില്ലായ്മയാണ്. തീർച്ചയായിട്ടും ഇസ്ലാം മതരാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരിക്കലും RSS ഹിന്ദു മതരാഷ്ട്രം ഉണ്ടാക്കണം ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളത് തന്നെയാണ്. എന്തായാലും സുഡാപ്പികളുടെ ഇസ്ലാം മതരാഷ്ട്രം ഒരിക്കലും ഇന്ത്യയിൽ നടപ്പിലാവില്ല. അതിന് കോൺഗ്രസ് ഭരിച്ചാലും അത് നടപ്പിലാവില്ല. അത് നടപ്പിലാകണമെങ്കിൽ RSS എന്ന് പറയുന്ന സംഘടന ഒരാൾ പോലും ശേഷിക്കാതെ ഇല്ലാതാകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ആഗ്രഹം നടക്കൂ. അതുകൊണ്ടാണല്ലോ ഇവർ RSSനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ മടക്കി കഷത്ത് വെച്ചിട്ട് നേരെ നടന്നോളി പാകിസ്ഥാനിലേക്ക്.